തിരുവിതാംകൂർ പാർട്ട് 2 ഭരണപരിഷ്കാരങ്ങളും ആധുനിക സാമൂഹിക മാറ്റങ്ങളും. സ്വാതി തിരുനാൾ 1813 മുതൽ 1846 വരെ തിരുവിതാംകൂറിലെ പ്രശസ്തനായ സംഗീതജ്ഞനായ രാജാവ്. സ്വാതി തിരുനാളിന്റെ സംഭാവനകൾ: തിരുവനന്തപുരത്ത് ആദ്യത്തെ സർക്കാർ ആശുപത്രി, നക്ഷത്ര ബംഗ്ലാവ്, ഒബ്സർവേറ്ററി, മൃഗശാല, ഇംഗ്ലീഷ് സ്കൂൾ എന്നിവ സ്ഥാപിച്ചു. ആദ്യത്തെ സെൻസസ്. തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് തുടങ്ങിയത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. റാണി ഗൗരി പാർവതി ബായി 1817. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിക്കൊണ്ട് ചരിത്രപ്രസിദ്ധമായ വിദ്യാഭ്യാസ വിളംബരം പുറപ്പെടുവിച്ചു. മിഷണറിമാരുടെ പ്രവർത്തനം: ലണ്ടൻ മിഷണറി സൊസൈറ്റി (LMS), ചർച്ച് മിഷണറി സൊസൈറ്റി (CMS) എന്നിവരുടെ പ്രവർത്തനം വഴി തിരുവിതാംകൂർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള നാട്ടുരാജ്യങ്ങളിലൊന്നായി മാറി. പണ്ടാരപ്പാട്ട വിളംബരം 1865. ആയില്യം തിരുനാളിന്റെ കാലത്ത് പുറപ്പെടുവിച്ച ഇത് കർഷകർക്ക് ഭൂമിന്മേൽ സ്ഥിരമായ ഉടമസ്ഥാവകാശം നൽകി. ഇത് തിരുവിതാംകൂറിലെ ഭൂമിയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. ജന്മികുടിയാൻ വിളംബരം 1896. കുടിയാന്മാരെ ജന്മിമാർക്ക് ഇഷ്ടം പോലെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തിയ നിയമം. ശ്രീമൂലം പ്രജാസഭ 1904. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് രൂപീകൃതമായ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ ജനപ്രതിനിധി സഭ. മലയാളി മെമ്മോറിയൽ 1891. സർക്കാർ ജോലികൾ പരദേശി ബ്രാഹ്മണർ കൈയടക്കുന്നതിനെതിരെ തദ്ദേശീയരായ മലയാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ രാജാവിന് സമർപ്പിച്ച നിവേദനം. ഈഴവ മെമ്മോറിയൽ 1896. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തിന് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും പങ്കാളിത്തം ഉറപ്പാക്കാൻ സമർപ്പിച്ച നിവേദനം. നിവർത്തന പ്രക്ഷോഭം 1932. നിയമസഭകളിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സംവരണം ആവശ്യപ്പെട്ട് നടത്തിയ സമരം. നവോത്ഥാന നായകരുടെ സ്വാധീനം. ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. അയ്യങ്കാളി, വില്ലുവണ്ടി സമരം, സാധുജന പരിപാലന യോഗം 1907. ചട്ടമ്പി സ്വാമികൾ എന്നിവർ തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും പോരാടി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1924 മുതൽ 1949 വരെ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. നവംബർ 12. പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച വിപ്ലവകരമായ വിളംബരം. വ്യവസായ പുരോഗതി: പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവനന്തപുരം വിമാനത്താവളം, ട്രാവൻകൂർ ടൈറ്റാനിയം, റബ്ബർ ഫാക്ടറി, പുന്നലൂർ പേപ്പർ മിൽ എന്നിവ ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. കേരള സർവകലാശാല, പഴയ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതിന്റെ ആദ്യ ചാൻസലർ ആകുകയും ചെയ്തത് ശ്രീ ചിത്തിര തിരുനാളാണ്. പുന്നപ്ര വയലാർ സമരം 1946. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സായുധ തൊഴിലാളി സമരം.